വോണ്ടർസ്കേപ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മള് മാർഷ്സൈഡ് എന്ന് പറഞ്ഞ RSPBയുടെ റിസർവിലേക്കാണ് പോണത്. ലിവർപൂളിൽ നിന്ന് ഏകദേശം ഒരു 25 കിലോമീറ്റർ ദൂരെയാണിത്. ലിവർപൂളിന്റെ നോർത്ത് സൈഡായിട്ട് വരും. സൗത്ത് പോർട്ട് എന്ന് പറഞ്ഞൊരു ബീച്ച് ടൗൺ ആണ്, പോപ്പുലർ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അതിന്റെ അടുത്താണ് ഈ റിസർവ്. നല്ല വെതറാണ്. സോ ലെറ്റ്സ് ഹോപ്പ് സ്പ്രിംഗ് ടൈം ആണ്. അപ്പോൾ നമ്മൾ നല്ല ബേർഡിംഗ് ആക്ടിവിറ്റി ഉണ്ടാവുന്നതാണ് അറിഞ്ഞത്. സോ ലെറ്റ്സ് സീ വാട്ട് വി ക്യാൻ സീ. RSPB മാർഷ്സൈഡിൻ്റെ വിസിറ്റർ സെൻറ്ററിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു വ്യൂയിങ് പോയിൻ്റാണിത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഏകദേശ ധാരണ കിട്ടും. അവിടെ ധാരാളം ഗൾസൊക്കെ ഉണ്ട്. വേറെ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം നമുക്ക്. ഇപ്പോൾ നമ്മൾ RSPB മാർഷ്സൈഡിലാണ് ഇരിക്കുന്നത്. മറ്റ് റിസർവ്സിനെ അപേക്ഷിച്ച് ഇവിടുത്തെ ഫെസിലിറ്റീസൊക്കെ കുറച്ച് ബേസിക്കാണ്. ചെറിയൊരു ഹൈഡ് ഉണ്ട്. പിന്നെ ഓഫ് കോഴ്സ് വ്യൂ ഇസ് ഫാൻറ്റാസ്റ്റിക്. ബേർഡ്സിനെ ഒരുവിധം അടുത്തൊക്കെ കാണാം. ഇന്നിപ്പോൾ കാര്യമായിട്ടും ബ്ലാക്ക് ഹെഡഡ് ഗൾസ്, കാനഡ ഗൂസ്, പിന്നെ മലാഡ്, മ്യൂട്ട് സ്വാൻ, ലാപ്വിങ് അതൊക്കെയാണ് കണ്ടത്.
ഭംഗിയുള്ള ഒരു സെറ്റപ്പിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ചുറ്റും ഇങ്ങനെ പച്ചപ്പുൽമേടെന്നോ ഒക്കെ പറയാം. നിറച്ച് പക്ഷികളുണ്ട്, പശുക്കൾ മേയുണ്ട്. ബാക്കിൽ റോഡുണ്ട്, അതിൻ്റെ അപ്പുറത്ത് കുറച്ച് മാർഷിയായിട്ടുള്ള സ്ഥലമാണ്. അതിൻ്റെ അങ്ങേപ്പുറത്ത് കടൽ ഉണ്ട്. എല്ലാവിധ ടോപ്പോഗ്രഫിയും ഇവിടെ ഇരുന്നാൽ കാണാമെന്ന് പറയാം. ഒരു ശല്യം ഈ കാറുകളാണ് എൻ്റെ ഇടയ്ക്കുള്ള. ഇടയിൽ ഒരു റോഡുള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു ഇത്. പക്ഷെ ഇവിടെ ബെഞ്ചൊക്കെ ഇട്ടുകൊണ്ട് നല്ല സുഖമായിരുന്ന ബേർഡ് വാച്ചിങ് ചെയ്യാം. കാലാവസ്ഥ നല്ലതാണ് ഇനി. ഇപ്പോൾ ഞങ്ങൾ നെൽസ് ഹൈറ്റിലാണ്. ഇത് രണ്ടാമത്തെ ഹൈറ്റാണ് ഇവിടുത്തെ. ഞങ്ങൾ വന്ന സമയത്ത് കുറച്ച് ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പോയി, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ബേർഡ്സ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. കുറേ ഗൾസ് ഉണ്ട്, ഹ്യൂഗ്ലൻസൊക്കെ തോന്നുന്നു. പിന്നെ കുറേ ആവസെറ്റ്സ് ഉണ്ട്, അവർ അടി കൂടട്ടൊക്കെ കണ്ടു. ബ്രീഡിംഗ് പ്ലുമേജിൽ കുറേ ബ്ലാക്ക് ടെയിൽ ഗോഡ്വിറ്റ്സ് ഉണ്ട്. മ്യൂട്ട് സ്വാൻ ഉണ്ട്, പിന്നെ ഗ്രീൻ വിങ്ഡ് ടീലുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം അപ്പുറത്ത് കണ്ട ബേർഡ്സ് തന്നെയാണ്. ആവസെറ്റിന് മാത്രം ഇവിടെ ആണ് ഇന്ന് കണ്ടത്. അപ്പോൾ ഞങ്ങൾ ഈ മാർഷി സൈഡിൽ കൂടെയാണ് കുറച്ച് നടക്കണത്. അതിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ കുറച്ച് പുൽക്കൂട്ടങ്ങളും അതും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ സ്കൈലാക്കിനെ കണ്ടു, പിന്നെ മെഡോ പിപ്പറ്റ ഉണ്ട് കണ്ടു, പിന്നെ ഏതോ ഒരു ബേർഡും കൂടി കണ്ടു. ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. കുറച്ച് ദൂരം അപ്പുറത്തെ കടലിൽ ഇത് കാണാം. അവിടെ കുറച്ച് വേഡേഴ്സിനെയൊക്കെ കണ്ടു. കുറച്ചുകൂടി അടുത്ത് പോയിട്ട് അതിനെ കിട്ടുമോ നോക്കണം. നല്ലൊരു പ്ലസൻറ്റ് വാക്കാണ്. വെയിലിൻ്റെ ചൂടും ഉണ്ട്, നല്ല തണുത്ത കാറ്റ് വരുന്നുമുണ്ട്. പിന്നെ അപ്പോൾ ഒരു ഗുഡ് ഈവനിങ് വാക്കിൻ്റെ എഫക്റ്റായി. ഒരു കടലിൻ്റെ ഒരു മണമുണ്ട്. തീരത്തു കൂടെ ബീച്ചിലിങ്ങനെ നടക്കുന്ന തിരക്കും ബഹളമൊന്നുമില്ല. കുറച്ച് ആൾക്കാർ നടക്കുന്നുണ്ട്, കുറച്ച് ആൾക്കാർ സൈക്കിൾ ചെയ്ത് പോകുന്നുണ്ട്. റോഡൊക്കെ കുറച്ച് ചപ്പിളി വിപ്പിളിയായി കിടക്കുന്നുണ്ട്.
ഞങ്ങൾ ഈ വഴി കൂടെ നടക്കാവുന്ന അത്ര ദൂരം നടന്നു. ഓൾമോസ്റ്റ് കടലിൻ്റെ ആ അറ്റം വരെ എത്തി. പിന്നെ കുറേശ്ശെ വെള്ളമൊക്കെ കയറാൻ തുടങ്ങിയോ സംശയമായി. അപ്പോൾ പിന്നെ തിരിച്ച് നടക്കുകയാണ്. ഇനി എനിക്ക് തോന്നുന്നു കഷ്ടി 1-1.5 കിലോമീറ്റർ തിരിച്ച് വീണ്ടും നടക്കണം. ഇന്നത്തെ ഈ സൈഡിലേക്കുള്ള നടത്തം അത്രയ്ക്കങ്ങനെ സക്സസ്ഫുൾ ആയില്ല. കാരണം അധികം ബേർഡ്സിനെ ഒന്നിനെയും കണ്ടില്ല. കുറച്ച് 1-2 റെഡ് ഷാങ്ക്സ് അല്ലാതെ. അപ്പോൾ ശരി, തിരിച്ച് നടക്കണേ, അല്ലാതെ എന്താ. നിറച്ച് മണ്ണും പൊടിയും. പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ദിവസം പോണത് അറിയില്ല. ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു ദിവസമായിരുന്നു. ഞങ്ങളുടെ കൂടെ RSPB മാർഷൈഡിലേക്കുള്ള ഈ യാത്ര നിങ്ങളും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. കുറേയൊക്കെ ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്കായി പകർത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ വണ്ടർസ്കേപ്സിൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. See you till next time. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.